നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 5 ഘട്ടങ്ങളിലായി. വോട്ടെണ്ണൽ നവംബർ 8-ന്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. എല്ലാ ബൂത്തിലും അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിക്കുമെന്ന് കമ്മീഷണർ. പ്രതീക്ഷ പങ്കുവച്ച് കക്ഷികൾ. കണ്ണൂരിൽ ഗുരുപ്രതിമ തകർത്ത RSSകാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. വയനാട്ടിലെ SNDP യോഗം ശാഖാ ഓഫീസിന് നേരെ ആക്രമം. RSS ബാന്ധവം ഇനിയും തുറന്നു കാട്ടുമെന്ന് CPM. EMS കുത്തിവെച്ച വർഗീയ വിഷം CPM അണികളിൽ ഇപ്പോഴുമുണ്ടെന്ന് AK ആന്റണി. ടോമിൻ തച്ചങ്കരിയെ കൺസ്യൂമർ ഫെഡ്, മാർക്കറ്റ് ഫെഡ് MD സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമനം. A ഗ്രൂപ്പിന്റെ എതിർപ്പ് ഫലം കണ്ടില്ല. ലൈറ്റ് മെട്രോ DMRC ഏൽപ്പിക്കാനും മന്ത്രിസഭാ തീരുമാനം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 6% കൂട്ടാൻ തീരുമാനം. 1 കോടി പേർക്ക് ഗുണം ചെയ്യുന്ന തീരുമാനമെന്ന് അരുൺ ജെയ്റ്റ്ലി. നേപ്പാൾ യുവതികളെ സൗദി നയതന്ത്ര പ്രതിനിധി ബലാത്സംഗം ചെയ്തു എന്ന പരാതിയിൽ പോലീസിനോട് വിശദാംശം ആരാഞ്ഞു. ബോട്ട് സർവീസ് കരാറിൽ ക്രമക്കേട് ആരോപിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് LDFന്റെ 14 കിലോമീറ്റർ നീണ്ട ലോങ് മാർച്ച്. RSS ബന്ധം സംബന്ധിച്ച് SNDP യോഗത്തിനോട് വിട്ടുവീഴ്ച വേണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കണ്ണൂരിലെ നിശ്ചല ദൃശ്യം സംബന്ധിച്ച് ജാഗ്രത കുറവുണ്ടായി എന്നും തെറ്റിദ്ധാരണ ഒഴിവാക്കേണ്ടിയിരുന്നുവെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. നിശ്ചല ദൃശ്യ വിവാദത്തിന്റെ പേരിൽ CPIM ഈഴവ സമുദായത്തിനെതിരാണെന്ന പ്രതീതി വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നതായാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. യോഗ നേതൃത്വത്തിന്റെ നിലപാടിനെയാണ് എതിർക്കുന്നത്. അത് ഈഴവ സമുദായത്തിനെതിരല്ല. സംഘപരിവാർ സംഘടനകളുമായി ഒത്തുപോകാനുള്ള SNDP നേതൃത്വത്തിനോട് യാതൊരു വിട്ടുവീഴ്ച വേണ്ടെന്നും CPIM തീരുമാനിച്ചു. RSS SNDP ബന്ധം ഇനിയും തുറന്നു കാണിക്കും. അതിനുള്ള പ്രചരണങ്ങൾ നടത്താനും CPIM തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം RSSുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ തങ്ങളും എതിർപ്പ് അവസാനിപ്പിക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ഒരു മതം മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ശഠിക്കുകയും മറ്റു മതങ്ങളെല്ലാം രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരാദർശവും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടില്ല. ഇങ്ങനെ പൊരുത്തപ്പെടാൻ നോക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഗുരുവിനെ സങ്കുചിത താല്പര്യങ്ങളുടെ ഇത്തിരിവട്ടത്തിൽ ഒതുക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും കുറ്റപ്പെടുത്തി. സ്വന്തം താല്പര്യ സംരക്ഷണത്തിനു വേണ്ടി ദർശന സ്വഭാവമുള്ള ഗുരുവിന്റെ മഹാമന്ത്രങ്ങളെപ്പോലും ചിലർ ലളിതവൽക്കരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. ആ മഹാമന്ത്രങ്ങളെ ചാതുർവർണ്ണയത്തിന്റെ കെട്ട നീതികളോട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഗുരുവിന്റെ നിശ്ചല ദൃശ്യം പ്രദർശിപ്പിച്ചതിൽ പ്രാദേശിക നേതൃത്വത്തിന് ജാഗ്രത കുറവുണ്ടായതായി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ശ്രീനാരായണ ദർശനങ്ങളെ RSS ഹൈജാക്ക് ചെയ്യുന്നത് കാണിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ അത് ദൃശ്യവൽക്കരിച്ചപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായത് ഒഴിവാക്കാമായിരുന്നുവെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. റിപ്പോർട്ടർ തിരുവനന്തപുരം. CPMനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. EMS കുത്തിവെച്ച വർഗീയ വിഷം ഇപ്പോഴും CPM മണികളിൽ ഉണ്ടെന്നും ഇതാണ് തിരിച്ചടികൾക്ക് കാരണമെന്നും AK ആന്റണി പറഞ്ഞു. EMSന്റെ നേതൃത്വത്തിൽ ഒറ്റ ജാതിവികാരം മതവികാരം ആളിക്കത്തി ജയിച്ചത്. അങ്ങനെ പലപ്പോഴും ജനങ്ങളുടെ ദുർബല വികാരങ്ങൾ ആളിക്കത്തി ജയിച്ചപ്പോൾ അണികളിലേക്ക് അത് കുത്തിപ്പോയി. രോഗാണുക്കൾ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ എത്ര ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാലും ചിലപ്പോൾ രോഗത്തിൻ്റെ ശമനം കാണുമെങ്കിലും കുറച്ച് അണുക്കൾ അവശേഷിക്കും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, കോൺഗ്രസ് വക്താവ് പന്തളം സുധാകരൻ, PS ശ്രീധരൻപിള്ള, ഒപ്പം തന്നെ K സുരേന്ദ്രൻ, കണ്ണൂർ DCC പ്രസിഡന്റ് എന്നിവരാണ് വ്യത്യസ്ത സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ AK ബാലൻ. ശ്രീകൃഷ്ണ ജയന്തി ദിവസം ബാലഗോകുലത്തിന് ബദലായി ബാലസംഘത്തിൻ്റെ ഘോഷയാത്ര. കടുംനിലയിൽ RSSന്റെ കൃഷ്ണൻ, ഇളംനിലയിൽ CPMന്റെ കൃഷ്ണൻ. പിന്നീട് വരുന്ന ദൃശ്യങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നെഞ്ചിൽ ആണിയടിക്കുന്നു, കഴുത്തിൽ കുരുക്കിടുന്നു എന്നതൊക്കെയായിരുന്നു. അറിയാത്ത പണിക്ക് പോയാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കും എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തേണ്ടതല്ലേ? ഇതിൽ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, ശ്രീനാരായണ ഗുരു ദർശനത്തിനെതിരായിട്ടുള്ള ഏത് നീക്കത്തെയും ശക്തമായി ഞങ്ങൾ നേരിടും. ശ്രീനാരായണ ഗുരു സ്വാമികൾ തന്നെ അതിന് മാതൃകയാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു സാധനം നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ജാതിയില്ല ഒരു വിളംബരം ശ്രീനാരായണ ഗുരുസ്വാമികൾ
അദ്വൈതാശ്രമത്തിലിരുന്ന് 1991 ഇടവം 15 പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, നാം ജാതി മതഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് കാരണം പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണ കിടവന്നിട്ടുണ്ടെന്നും അറിയുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യസംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലും ചേർക്കുകയുള്ളൂ എന്നും വ്യവസ്ഥ പെടുത്തിയതായി അറിയിക്കുന്നു. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. ഇത് നമുക്ക് ജാതിയില്ല ഒരു വിളംബരം. ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ദർശനമാണിത്. ഈ ദർശനത്തിനെതിരായി നിൽക്കുന്ന ഏതാശയത്തെയും ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. ബഹുമാനപ്പെട്ട പിന്നെ നികേഷ് ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഈ അറിയാത്ത പണിക്ക് പോകണമെന്ന്. എന്തറിയാത്ത പണിക്കാണ് പോയത്? ഇവിടെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരെംബ്ലമാണ് പ്രദർശിപ്പിച്ചത്. വ്യാഖ്യാനം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു അപാകത അതിലുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും എന്ന് മനസ്സിലാക്കി ജാഗ്രത കാട്ടേണ്ടതായിരുന്നു എന്ന വിമർശനമാണ് ഞങ്ങൾ അതിൽ നടത്തിയിട്ടുള്ളത്. യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചിട്ടുള്ള ചിത്രം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. കുരിശെടുത്തിട്ടുള്ള ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടേണ്ടിയിരുന്നു എന്ന രീതിയിലുള്ളൊരു ഒരു പ്രസ്താവന സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് കഴിഞ്ഞല്ലോ. ഇക്കാര്യത്തിൽ CPM ഖേദമുണ്ടോ യഥാർത്ഥത്തിൽ? അതോ SNDP യോഗത്തിനുമായി നേരിടാൻ വേണ്ടി, അല്ലെങ്കിൽ RSSും SNDP യോഗവും തമ്മിലുള്ള ബന്ധം തുറന്നു കാണിക്കാൻ വേണ്ടി ആ നിലയിലുള്ള ഒരു ടാബ്ലോ ശരിയായിരുന്നു എന്ന നിലപാടിലാണോ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? താങ്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇതിൽ നല്ല വിശ്വാസത്തിലാണ് ആ ടാബ്ലോ അവതരിപ്പിച്ചത്. അതിൻ്റെ സന്ദേശം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നതിൽ പറ്റിയിട്ടുള്ള വീഴ്ചയാണ് ഞങ്ങളിതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഞങ്ങൾ പറയാം, ഒരു രൂപത്തിലും ശ്രീനാരായണ ഗുരുസ്വാമികളെ അപമാനിക്കുന്നതിനോ അവഹേളിക്കുന്നതിനോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഒരൊറ്റ മാർക്സിസ്റ്റുകാരനും ശ്രീനാരായണ ഗുരുവിനെ അവഹേളിക്കുന്നതിന് ഉണ്ടാകില്ല എന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈഴവ അണിനിരക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ അത് ചെയ്യില്ല എന്നാണ് ശ്രീ AK ബാലൻ വിശദീകരിക്കുന്നത്. ശ്രീ PS ശ്രീധരൻപിള്ള, പക്ഷെ നിങ്ങൾ ചെയ്തത്, RSSകാർ ചെയ്തത് എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തല്ലി പൊളിക്കുന്നു, ശ്രീനാരായണ ഗുരുവിൻ്റെ കൈവെട്ടി പൊന്തക്കാട്ടിലേക്ക് എറിയുന്നു. അത് ഇന്നലെയും മുന്നാന്നും ഒക്കെ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞത് RSSകാരല്ല, RSSകാർക്കെതിരെ അത്തരത്തിലുള്ള കേസില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് 457 വകുപ്പ് കൂട്ടിച്ചേർത്തുകൊണ്ട് RSSനെതിരെ അത്തരത്തിലൊരു ആക്ഷേപമുണ്ട്, പോലീസിൽ കേസുണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഏതാണ് ഏറ്റവും വലിയ കുറ്റം? അല്ല, ഇത് കരുതിക്കൂട്ടി മുഖം രക്ഷിക്കാൻ ഇത്തരം ആസൂത്രണങ്ങളൊക്കെ നടത്തും. കാരണം തലശ്ശേരിയിലെ NDFകാരനെ കൊന്നതിന്റെ പേരിൽ എത്തിട്ട് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ, ബാലനത് വായിച്ചു നോക്കട്ടെ എങ്ങനെയാണ് അവിടെ തേജസിന്റെ ഏജന്റിനെ കൊന്ന ശേഷം അത് RSകാരുടെ തലയിൽ ശൂലം കൊണ്ട് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, വിഷയം മാറുന്നില്ല. ബാലൻ ഒരു കാര്യം അവിടെ വായിച്ചു. ബാലനും ഞാൻ ഒന്നിച്ചു പഠിച്ച സഹപ്രവർത്തകരും വളരെ ആത്മമിത്രങ്ങളുമാണ് ഇപ്പോഴും. ഞാൻ ബാലനോട് പറയാൻ ആഗ്രഹിക്കുന്നു, SNDP യോഗത്ത് എക്കാലത്തും CPM എതിർത്തിട്ടുണ്ട്. അത് R ശങ്കർ ആയാലും രാഹുലനായാലും MK രാഘവനായാലും അന്ന് SNDP നേതൃത്വം വന്നവരെ മുഴുവൻ ചെയ്തിട്ടുണ്ട്. കുമാരനാശാനെ ബ്രിട്ടീഷുകാരുടെ ഏജന്റായിട്ട് ചിത്രീകരിച്ചില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാമോ?
അപ്പൊ ഏത് സമയത്താ ഗുരുദേവന്റെ 53-ല് അല്ല, നിങ്ങളല്ലേ ശിവഗിരി മഠം പിടിക്കാൻ പോയത്? അത് ഹിന്ദു മഠമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കാം. മറ്റവർക്ക് സമയം കൊടുത്തില്ലേ? എന്റെ സുഹൃത്ത്, എന്റെ ക്ലാസ്മേറ്റിന് സമയം നിങ്ങൾ ഇഷ്ടംപോലെ കൊടുത്തല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെ ശ്രീമാൻ AK ബാലനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങള് ഈ 53-ൽ എന്റെ കൈവശമുണ്ട്, ബാലന് ഞാൻ തരാം. 53-ൽ ജന്മശതാബ്ദി ആഘോഷിച്ച അവസരത്തിൽ ഗുരുദേവന്റെ അന്നത്തെ ഔപചാരികമായി നമ്മുടെ കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സോവനീർ ഉണ്ടല്ലോ, SNDP-യുടെ ആ കാലത്തുണ്ടായിരുന്ന അതിന്റെ കമ്മിറ്റിയുടെ ആ സോവനീർ EMS ലേഖനമുണ്ട്. ഗുരുദേവന്റെ ആത്മീയത, ആ ആത്മീയത കേരളത്തിലെ ജനങ്ങൾ നിരാകരിച്ചു. ഈ വാക്കാ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നിരാകരിച്ചു എന്ന് 53 പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ എന്താ പറയേണ്ടതായിട്ടുള്ളത്? പിന്നെ ജാതീയതയെ സംബന്ധിച്ച് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാ EMS യോഗക്ഷേമ സഭയുടെ നേതാവായത്? എങ്ങനെയാ ചാത്തൻ മാസ്റ്റർ പാർട്ടി തീരുമാനം അനുസരിച്ചിട്ട് പുലേമകാശ അവിടെ പ്രസിഡന്റ് ആയത്? എങ്ങനെയാ പിരപ്പൻകോട് ശ്രീ പന്തളം സുധാകരൻ, എന്തായാലും ശ്രീ PS ശ്രീധരൻപിള്ളയും ശ്രീ AK ബാലനും SNDP യോഗത്തിന് വേണ്ടി എന്നല്ല, ഈഴവരുടെ അവകാശത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പോരാടുന്നത് എന്ന കാര്യം വ്യക്തമായല്ലോ ആദ്യ രണ്ട് അവരുടെ നിലപാടുകളിൽ നിന്ന്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ റോളൊന്നുമില്ലേ? അതോ CPM-നെ ആക്രമിച്ച് പരമാവധി ഹിന്ദുക്കളെ അവരിൽ നിന്ന് അടർത്തി ഇനി അഥവാ BJP-യിലേക്കാണ് എങ്കിൽ തന്നെയും ഒരു ത്രികോണ മത്സരത്തിൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കാം എന്ന ചോര കുടിക്കുന്ന ചെന്നായുടെ റോളിലാണോ കോൺഗ്രസ്? ചോര കുടിക്കുന്ന ചെന്നായുടെ റോളിൽ യഥാർത്ഥത്തിൽ CPM ആണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും വർഗീയ വിഷം ചീറ്റുന്ന ഒരു പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന സത്യം. ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി തന്നെ പറഞ്ഞത് എന്താണ്? EMS കുത്തിവെച്ച വർഗീയ വിഷം ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ട് എന്നാണ്. അത് വലിയ തോതിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ AK ബാലനും അതുപോലെ ബഹുമാനപ്പെട്ട ശ്രീ PS ശ്രീധരൻപിള്ളയും ഒക്കെ യഥാർത്ഥത്തിൽ വ്യാഖ്യാനിക്കും തോറും മുറുകുന്ന ഒരു കുരുക്കിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ മഹാനായ ഗുരുദേവനെ എന്തിനു വേണ്ടിയാണ് ഇതിലേക്ക് വലിച്ചഴിച്ചത്? മറ്റൊന്നും കൊണ്ടല്ല. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ അടുത്ത കാലത്തായി ഒരു വലിയ ക്രൈസിസിൽ ചെന്ന് പെട്ടിരിക്കുന്നു. ആ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി യാതൊരു അന്തവും കുന്തവും ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയും അതല്ലെങ്കിൽ ടാബ്ലോയും ഗുരുദേവനെയും ഒക്കെ ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നത്. ഇതൊരിക്കലും ആശാസ്യമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇത് ശിവഗിരി മഠം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗുരുദേവനെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴക്കരുത് എന്ന് വളരെ വികാരപരമായി ആ സന്യാസിമാർ പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും താങ്കൾക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് നമുക്ക് ഉത്തരം ചുരുക്കി മുന്നോട്ട് പോകാം. ശ്രീ AK ബാലൻ, വലിയ പന്തികേട് സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അറിയാത്ത പണിക്ക് പോയാൽ അബദ്ധം പണിയും എന്നുള്ളത് CPM ഒരിക്കൽ കൂടി മനസ്സിലാക്കിയിരിക്കുന്നു. ചെയ്തതൊക്കെ തന്നെയും വെള്ളത്തിലായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ നോക്കുക, 4.5 വർഷം അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ, സ്വാഭാവികമായും UDF സർക്കാരിൻ്റെ വലിയ പരാജയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആയുധങ്ങൾ സംഭരിക്കേണ്ട സമയം, നിങ്ങൾ ഇങ്ങനെ പ്രതിരോധത്തിലായത് വലിയ ആത്മവിശ്വാസം കെടുത്തിയില്ലേ? സ്വാഭാവികമായും സെക്രട്ടേറിയറ്റ് അത് ചർച്ച ചെയ്യേണ്ടതായിരുന്നില്ലേ? ചർച്ച ചെയ്തിട്ടുണ്ടാവും എന്ന് ഉറപ്പല്ലേ? ഞങ്ങൾ പ്രതിരോധത്തിലല്ല. പിന്നെ ഇപ്പോൾ പന്തളം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, EMS വർഗീയത കുത്തിവെച്ചു എന്ന്. AK ആന്റണി വർഗീയത കുത്തിവെക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 2005 മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചു പോയത്. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും വന്ന ശക്തമായിട്ടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ്, UDF ഗവൺമെൻറ്, അതിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 1.5 വർഷം ബാക്കിയിരിക്കെ ഇവിടെ നിന്ന് തെറിച്ചു പോയത് എങ്ങനെയായിരുന്നു? ബലൂണ് പൊട്ടിയ പോലെയായിരുന്നു. ഇത് പന്തളം സുധാകരൻ പറഞ്ഞതല്ല, ശ്രീ AK ആന്റണി പറഞ്ഞതാണെന്ന് ശരിയായി താങ്കൾ ഉദ്ധരിക്കുന്നു. പക്ഷേ അതിൽ ചില വസ്തുതകൾ ഉണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. താങ്കൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി AK ആന്റണി എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉദ്ധരിക്കാം. ചില രോഗാണുക്കൾ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ എത്ര ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാലും രോഗത്തിന് ശമനം കാണുമെങ്കിലും കുറച്ച് അണുക്കൾ അവശേഷിക്കും. കോൺഗ്രസിനെയും UDF-നെയും തോൽപ്പിക്കാൻ വർഗീയ വികാരവും മതവിദ്വേഷവും പ്രചരിപ്പിക്കാൻ CPM എന്നും ശ്രമിച്ചിട്ടുണ്ട്.
1987 ഒരു ഉദാഹരണമായി എ കെ ആൻ്റണി ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് CPM ഗവൺമെൻറ് വന്നത് പച്ചയായ വർഗീയ വികാരം ആളിക്കത്തിച്ചിട്ടാണ്. EMSൻ്റെ മുദ്രാവാക്യം പോലും ശ്രീ എ കെ ആൻ്റണി ഉദ്ധരിക്കുന്നു. അന്ന് 4 പെണ്ണ് കെട്ടുന്നതിനെക്കുറിച്ചും മുക്രി പെൻഷനെക്കുറിച്ചും ഒക്കെയാണ് EMS മുദ്രാവാക്യങ്ങൾ പ്രചരിപ്പിച്ചത്. ഈ വിഷം ചില CPM അണികളിൽ ഇപ്പോഴും കിടക്കുന്നു. അവരാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കുറെ കൂടി പച്ച അവിടെയാണ് എന്ന് കണ്ട് അങ്ങോട്ടേക്ക് ചേക്കേറുന്നത് എന്ന വിമർശനമാണ് എ കെ ആൻ്റണി ഉന്നയിച്ചിട്ടുള്ളത്. അതിലെന്തെങ്കിലും ശരിയുണ്ടോ? അതിലാണ് ഞാൻ പറഞ്ഞത്, എ കെ ആൻ്റണി എന്ന് പറയുന്ന ഈ ആദർശ പുരുഷൻ തൻ്റെ നേതാവിനെതിരായി പ്രതികരിച്ച് ചിക്കമംഗലൂരിൽ പോയി മത്സരിച്ച് AKG സെൻറ്ററിൽ വന്ന് കോൺഗ്രസിനെ കഷ്ണമാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഈ എ കെ ആൻ്റണി. EMSനെ സംബന്ധിച്ച് പറയാൻ ഒരവകാശവും അദ്ദേഹത്തിനില്ല. മാത്രവുമല്ല, വർഗീയ വിഷം ചുമത്തുന്ന വാചകങ്ങളും പ്രയോഗങ്ങളും അദ്ദേഹം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് UDF തീരുമാനിച്ചു മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇയാളെ ചവിട്ടി പുറത്താക്കണമെന്ന്. അങ്ങനെ കരഞ്ഞിട്ട് ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയതാ. പോകുന്ന പോക്കിൻ്റെ അകത്ത് അമ്മേൻ്റെ ഫോട്ടോ എടുത്തിട്ട് എ കെ ആൻ്റണി പറഞ്ഞത്, എനിക്ക് ആരും ഇല്ലെങ്കിലും ശരി, എനിക്കെൻ്റെ അമ്മ ഉണ്ട് എന്നും പറഞ്ഞിട്ട് പോയതാണ്. എ കെ ആൻ്റണീൻ്റെ വർത്തമാനം പറയേണ്ട. കോൺഗ്രസിനെ കഷ്ണമാക്കുന്നതിന് കേരളത്തിലും അഖിലേന്ത്യ അടിസ്ഥാനത്തിലും നേതൃത്വം കൊടുത്ത ഒരാളിപ്പോൾ കോൺഗ്രസിന്റെ വക്താവാകണ്ട. ശ്രീ പന്തളം സുധാകരൻ, ശരീഅത്ത് വിവാദമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ EMSന് ചില പ്രസ്താവനകൾ നടത്തേണ്ടി വന്നിരുന്നു. അത് വിചാരിച്ച് 87-ൽ BJP നടത്തുന്നതിനേക്കാൾ, ജനസംഘം നടത്തുന്നതിനേക്കാൾ വലിയ വർഗീയ വികാരം EMS നമ്പൂതിരിപ്പാട് കുത്തിവെക്കുന്നു. അതിൻ്റെ അണുക്കളാണ് ഇപ്പോഴും തുടരുന്നത്. ആ അണുക്കൾ അവശേഷിക്കുന്ന CPM-കാരാണ് BJPയിലേക്ക് പോകുന്നത് എന്നൊക്കെ എ കെ ആൻ്റണി ഇപ്പോൾ പറയുമ്പോൾ BJPയുടെ സൈഡ് പിടിക്കലാണെന്ന് തോന്നും ഒരർത്ഥത്തിൽ നോക്കിയാൽ. ഒരിക്കലും സൈഡ് പിടിക്കലല്ല. ബഹുമാനപ്പെട്ട ശ്രീ ബാലൻ പറഞ്ഞ ഒരു കാര്യത്തിനൊരു മിസ്റ്റേക്കുണ്ട്. ശ്രീ എ കെ ആൻ്റണിയെ ഇവിടുന്ന് ആരും ചവിട്ടി പുറത്താക്കിയതൊന്നും അല്ല. അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു കനത്ത പരാജയം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടേണ്ടി വന്നതുകൊണ്ട്, UDF നേരിടേണ്ടി വന്നതുകൊണ്ട് ആരുടെയും സമ്മർദ്ദമില്ലാതെ സ്വന്തമായി താൻ ഈ സ്ഥാനത്ത് ഇരിക്കുന്നില്ല എന്നുള്ള രാജിവെച്ച് പുറത്തു പോവുകയാണ് ശ്രീ എ കെ ആൻ്റണി ചെയ്തത്. പിന്നെ മറ്റൊന്ന്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ എന്താ ഒരു മൾട്ടി ടാസ്കിംഗ് പ്രോബ്ലമാണ്. അതായത് VS അച്യുതാനന്ദനെ ഒതുക്കണം, ഭരണത്തിൽ വരണം, ഘടകകക്ഷികളെ നിലയ്ക്ക് നിർത്തണം, BJPയിലേക്കുള്ള വലിയ ഒഴുക്ക്, CPM പ്രവർത്തകരുടെ ഒഴുക്ക് നമ്മൾ അരുവിക്കരയൊക്കെ കണ്ടതാണല്ലോ, ആ ഒഴുക്ക് തടയണം. അതിനെന്തും ചെയ്യണം. ഇപ്പോൾ യഥാർത്ഥത്തിൽ EMSനെ പോലെ ഒരു താത്വികാചാര്യനില്ല. ജനങ്ങൾ അംഗീകരിക്കുന്ന ശബ്ദം VSൻ്റേതാണ്. ആ ശബ്ദം CPMൻ്റെ ശബ്ദമായി അംഗീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറല്ല. അങ്ങനെയുള്ള ഒരു വലിയ അന്തരാള ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ശ്രീകൃഷ്ണ ജയന്തി. ഇപ്പം നാളെ ഇനിയിപ്പോൾ നബിദിനം CPM നബിദിനം ആചരിക്കില്ലെന്ന് ആര് കണ്ടു? ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറയാറുണ്ടല്ലോ പലപ്പോഴും ഈ ഒരു വർഗീയ സംഘടനയുമായി ബന്ധപ്പെട്ടെന്നൊക്കെ. പക്ഷെ ഒരിക്കലും മതേതരമായ ചടങ്ങുകളിൽ കോൺഗ്രസ് പങ്കെടുത്തിട്ടില്ല. മറ്റൊന്ന് മാത്രം ഞാൻ പറയട്ടെ, ഇവിടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എന്താണ്, ഓണാഘോഷമാണ് നടത്തിയതാണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിവസം ഓണാഘോഷത്തിന്റെ സമാപനമാണ് നടത്തിയത് പറഞ്ഞു. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് മതേതര ശ്രീകൃഷ്ണ ജയന്തി. അതിനൊന്നും ആർക്കും ഇപ്പോൾ സംശയമൊന്നുമില്ലല്ലോ, അതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. CPM അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, UDF എവിടെ നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ ഉയരുന്നത്. ശരിയാണ്, കുവോട്ട് നിന്ന് അല്ലെങ്കിൽ 7-ാം മൈലിൽ നിന്ന് കുവോട്ടേക്ക് പോകുന്ന ഒരു ഘോഷയാത്രയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ഫ്ലോട്ട് ഉണ്ടായിപ്പോയി. അതിന് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. മറുഭാഗത്ത് RSS ചെയ്തത് എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൈവെട്ടി പൊന്തയിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. അവിടെ പക്ഷേ UDF സർക്കാർ RSSനോട് സൈഡ് പിടിക്കുന്നു എന്ന ആക്ഷേപമാണ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കം ഉന്നയിച്ചിട്ടുള്ളത്. അറിയാമല്ലോ, നേരത്തെ 140 ഇവിടെ ശ്രീ PS ശ്രീധരൻപിള്ളിയുണ്ട്, 143, 147, 148 വകുപ്പുകളൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു 457 സംഘം ചേർന്നുള്ള ആക്രമണം. ഒരുപക്ഷെ സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല, കോടതിയിൽ പോയാൽ സുഖമായി ഇറങ്ങി വരാൻ കഴിയുന്നത്. അതുപോരാ, 153A-യും 123B-യും ഒക്കെ ചേർക്കേണ്ടതായിരുന്നു. പക്ഷെ ചേർത്തില്ല. കാരണം RSS ആണ് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ കൈവെട്ടിയത് എന്ന നിലയിൽ ഇപ്പോൾ
പോലീസ് കേസെടുത്താൽ ഈ വിവാദങ്ങളെല്ലാം തന്നെ RSSന്റെ പിന്നാലെ പോകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് UDF സർക്കാർ ചെയ്തു കൊടുത്തൊരു സേവയാണത്. അത് 100% അടിസ്ഥാനരഹിതമായ ഒരാരോപണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. മാത്രമല്ല, നമ്മൾ വിഷ്വൽ മീഡിയയിൽ കൂടെ കണ്ടതാണല്ലോ ആ ഘോഷയാത്രയും അതിനുശേഷമുള്ള നേതാക്കന്മാരുടെ പ്രതികരണമൊക്കെ. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPM-നേക്കാൾ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് BJP ആണ്. കാര്യം അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലംപരിശാക്കിയ പാർട്ടി BJP ആണ്. ഇന്ത്യയിൽ വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട് ഇന്ത്യയിലെ മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കക്ഷിയോട്ട് ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. ഇവിടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് CPയും BJP-യുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആണ്. ഒരു കാലത്തും കോൺഗ്രസ് അങ്ങനെ ഒരു സഖ്യവും ഈ BJP-ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. വർഗീയ കക്ഷികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ പാർട്ടി നടത്തിയിട്ടുണ്ടോ? കുറെ കൂടി എനിക്ക് തോന്നുന്നു തുറന്നു പറയേണ്ടതുണ്ട് ഈ വിഷയം എന്ന് തോന്നുകയാണ്. CPM-ന് കണ്ണൂർ ജില്ലയിൽ ഒരു നയം, മറ്റിടങ്ങളിൽ മറ്റൊരു നയം എന്നുണ്ടോ? ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി കണ്ണൂർ ജില്ലയിൽ മാത്രമാണല്ലോ ഈ നിലയിൽ ആഘോഷിച്ചത്. ബാക്കിയുള്ള ഇടങ്ങളിലൊന്നും തന്നെയും പ്രാധാന്യമർഹിക്കുന്ന വാർത്തയായിട്ട് എന്തായാലും അത് പുറത്തു വന്നിട്ടില്ല. അങ്ങനെ കണ്ണൂരിൽ മാത്രമായി പാർട്ടി പരിപാടി മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഈ നിലയിൽ RSSനെ ഏത് നിലയിലാണോ എതിർക്കേണ്ടത് അതേ രൂപത്തിൽ തന്നെ നേരത്തെ ശ്രീ പന്തളം സുധാകരൻ തന്നെ അത് വ്യക്തമായി ചൂണ്ടിക്കാണിക്കേണ്ടായി. ഞങ്ങൾ കോൺഗ്രസ്സുകാർക്കെതിരെയാണല്ലോ സാധാരണഗതിയിൽ മൃദു ഹിന്ദുത്വ സമീപനം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം ഉന്നയിക്കാറുള്ളത്. ഇപ്പോൾ CPM തന്നെ എന്താണോ RSS ചെയ്യുന്നത് അതിനെ വികൃതമായി അനുകരിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ട സമയമായില്ലേ? ഇതിന് ഞാൻ മറുപടി പറയാം. ഒരൊറ്റ വാക്ക്. ഇതിൽ ബഹുമാനപ്പെട്ട പന്തളം സുധാകരൻ ഒരു കാര്യം മനസ്സിലാക്കണം. RSSും BJP-യും സംഘപരിവാറും തമ്മിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ധാരണ എല്ലാ ആൾക്കാർക്കും അറിയാം. ബേപ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അത് എല്ലാ ആൾക്കാർക്കും അറിയാം. രണ്ട് തൊഹാഡിയുടെ പേരിലുള്ള കേസ് പിൻവലിച്ചത് സെഷൻസ് കോടതിയിൽ നിൽക്കുന്ന സമയത്താണ്. ഒരു CIയുടെ കയ്യും കാലും വെട്ടി 1.5 കൊല്ലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിട്ട് സെഷൻസ് കോടതിയിൽ ട്രയൽ നടത്തുന്ന സമയത്താണ് ഒരു RSSന്റെ പ്രവർത്തകൻ. അതെ, അപ്പൊ ആരാണ് ഇവരുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ടുള്ളത്? ഞങ്ങളാണോ ബന്ധം ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പൊ ഇതാ ഞാൻ ഒരു കാര്യം പറയാം. 5 മണ്ഡലത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു കൊള്ളാം എന്ന ഉറപ്പ് കൊടുത്തിരിക്കുന്നു കോൺഗ്രസിന്റെ ഒരു നേതാവ്. ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയൊരു കോർപ്പറേറ്റാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ വേഷം RSS എടുത്തണിഞ്ഞിട്ടുള്ള വേഷം, RSS കുറെ കാലമായി എടുത്തണിഞ്ഞിട്ടുള്ള വേഷം അതേ നിലയിൽ എടുത്തണിയാൻ പോവുകയാണോ? അങ്ങനെയാണോ നിങ്ങളുടെ മറുതന്ത്രം? നിങ്ങൾ ചെയ്തത് തെറ്റായി പോയിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായോ? എന്ത് തെറ്റ് ചെയ്തെന്നാണ് പറയുന്നത്? ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു 45 സ്ഥലങ്ങളിൽ. ശ്രീകൃഷ്ണ ജയന്തി അല്ലാന്ന്, ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര 3, 4, 5 ദിവസങ്ങളിലായിട്ടാണ് കേരളത്തിലെ 645 കേന്ദ്രങ്ങളിൽ നടന്നത്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിനോടനുബന്ധിച്ചിട്ടും നടന്നിട്ടുണ്ട്. അത് ശ്രീകൃഷ്ണ ജയന്തി ആചരിക്കുന്നതിനോ ആഘോഷിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ളതല്ല. ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി കുട്ടികളെ എഴുന്നള്ളിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ? ശ്രീകൃഷ്ണന്റെ കോലവും കെട്ടാറുണ്ട്, വാമനന്റെ കോലവും കെട്ടാറുണ്ട്, പരമേശ്വരന്റെ കോലവും കെട്ടാറുണ്ട്, ശിവന്റെ കോലവും കെട്ടാറുണ്ട്. രാമക്ഷേത്രം നിർമ്മിക്കാനും നിങ്ങൾ മുന്നിട്ടിറങ്ങുമോ എന്ന് ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ഘോഷയാത്ര ബാലസംഘം ബാലഗോകുലത്തിനെതിരായി RSSനെതിരായി സമർത്ഥമായി സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഈ ഘോഷയാത്രയിൽ അണിനിരന്നത്. ഇവർ വിചാരിച്ചതുപോലെയല്ല പോയത്. അതിൻ്റെ അകത്തുള്ള വിഷമാണ്. കോൺഗ്രസ് CPM-നാണല്ലോ. ഗവൺമെന്റിനെതിരെ വലിയ തോതിലുള്ള ആശയപ്രചാരണം നടക്കേണ്ട സമയത്ത് CPM പ്രതിരോധത്തിലായി പോയല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്ന് SNDP യോഗവും RSSും തമ്മിലുള്ള കൂട്ടുകെട്ടിനെതിരെ തുടർന്നും
ആശയപ്രചാരണം വേണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധം പറ്റിയത് എങ്ങനെ എന്നത് സംബന്ധിച്ചൊരു വിലയിരുത്തൽ. അബദ്ധം പറ്റിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്താ അബദ്ധം പറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിശ്ചല ദൃശ്യം, ജൂദാസിന്റെ പണിയെടുക്കുന്ന കേരളത്തിലെ SNDPയുടെ നേതൃത്വത്തിലുള്ള ചിലരെയും ക്രൂശിൽ തറിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ചിലരെയും യേശുദേവനെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഹിന്ദുത്വ ആശയമായി പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിൻ്റെ വിഷലിപ്തമായ ആശയത്തെയും തുറന്നു കാണിക്കുന്നതിൻ്റെ ഭാഗമായി പ്രതീകാത്മകമായിട്ടുള്ള ഒരു നിശ്ചല ദൃശ്യം ഞങ്ങൾ ഈ ബാലസംഘത്തിൻ്റെ പ്രവർത്തകന്മാർ പ്രദർശിപ്പിച്ചു. അത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കുന്ന സന്ദേശം, അതിൻ്റെ ആപത്ത്, ദുർവ്യാഖ്യാനം, ഇത് മനസ്സിലാക്കാതെ ചെയ്തതിൽ വന്ന അപാകത, അതിൽ തെറ്റുപറ്റി എന്നാ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ചോ ഇതിൻ്റെ പിന്നിലുള്ള ആശയത്തെ സംബന്ധിച്ചോ ഒരാളും പൊതുസമൂഹത്തിലുള്ള മതനിരപേക്ഷ വിശ്വാസികൾ ഒരാളും ഇതിനെതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. തെറ്റായിട്ടുള്ള വ്യാഖ്യാനം കൊടുത്തു. അതിനെന്ത് ചെയ്യാനാ? ശ്രീ PS ശ്രീധരൻപിള്ള, ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. മേലിലും RSS SNDP യോഗത്തെ വിഴുങ്ങുന്നു എന്നുള്ളത് അനുവദിക്കാൻ കഴിയില്ല. കാരണം RSS എന്ന മതസംഘടന കേരളത്തിൽ വളരാൻ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. നികേഷ്, ഒരു കാര്യം അതിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീമാൻ AK ആന്റണി മുതലക്കണ്ണീരൊഴുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കറിയാം AK ആന്റണി എന്താ ഉദ്ദേശിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ RSSകാരും മാർക്സിസ്റ്റുകാരും തമ്മിലുണ്ടാവുന്ന ശാരീരികവും അല്ലാതെയും ആശയപരമായ എല്ലാ കാര്യത്തിലും അതിന്റെ ഗുണഭോക്താവാൻ എക്കാലത്ത് ശ്രമിച്ചത്, സമർത്ഥമായി ശ്രമിച്ച ഒരു തന്ത്രത്തിന്റെ ആളാണ് ബഹുമാനപ്പെട്ട AK ആന്റണി. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ഇങ്ങോട്ട് ചാടി. ഇതിനൊരു വികാരമുണ്ട്. ഇപ്പം ആ വികാരത്തിലുള്ള ആളുകളെല്ലാം രണ്ടു കൂട്ടരെയും ഇവർ തമ്മിൽ അടിയുടെ കൂട്ടത്തിൽ അത് മുതലെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെയും AK ആന്റണിയുടെയും ഒന്നും അത്തരത്തിലുള്ള ഒരു പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമില്ല. CPM-നെ ആശയപരമായിട്ടും അല്ലാതെയും നേരിടാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പൊ തന്നെ എന്താ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് CPM ആവശ്യപ്പെട്ട ഉടനെ തന്നെ അതിൻ്റെ അകത്ത് വകുപ്പ്, നോൺ വെയിലബിൾ വകുപ്പ് ചേർക്കുക. എല്ലാവർക്കും അറിയാം, ഞാനവിടെ പോയി അന്വേഷിച്ചതാണ്. എല്ലാവർക്കും അറിയാം ഒരു സംഭവം നടന്നതുമല്ല. ഒരു പാർട്ടി ഓഫീസ് സംബന്ധിച്ചൊരു പ്രശ്നമുണ്ടായി. അവിടെ കല്ലെറിഞ്ഞു എന്നും 447 ചെറിയ വകുപ്പിനുള്ള കാര്യങ്ങളുണ്ടായി. ഇന്നിപ്പോ CPM എന്ന് യോജിച്ചാണ്, ഇവരെന്ത് യോജിച്ചാണ്. പക്ഷെ കേരളത്തിലാണ് ആ സമീപനം എടുക്കുന്നത്. ഇതല്ല ഒരു 100 തവണ എനിക്ക് പറയാൻ സാധിക്കും. കാരണം 2005 അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഭൂരിപക്ഷത്തിനെല്ലാം കവർന്നെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരാളായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം അതിന്റെ ഗുണമാർക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാണ് കിട്ടിയത്. എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ? അദ്ദേഹം ആ അനീതി എന്ന് പറഞ്ഞത് അത് ഇല്ലാതാക്കാൻ, നീതി നടപ്പാക്കാൻ വേണ്ടി, സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോ? അതുകൊണ്ട് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അറിയിക്കുന്ന രീതിയിലാണ്. അതിനെ ഞങ്ങൾ അവജ്ഞയോടുകൂടി കാണുന്നു. ഞങ്ങൾക്ക് അവരുടെ ഒന്നും പിന്തുണ ആവശ്യമില്ല. ഞങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ശ്രീനാരായണ ഗുരുദേവനെ RSSന്റെ പ്രാരസ്മരണയിൽ എത്രയോ കൊല്ലങ്ങളായി, 70 കൊല്ലത്തോളമായിട്ട് ഏത് RSSകാരൻ രാവിലെ എണീറ്റാൽ ചെയ്യുന്ന പ്രാർത്ഥനയിൽ മഹത്തുക്കളായി സ്തുതിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരാള് ശ്രീനാരായണ ഗുരുദേവനാണ്. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഉണ്ട്. ഇത് വിൽപ്പനച്ചരക്കാക്കാൻ വേണ്ടിയല്ല. ശ്രീനാരായണ ഗുരുദേവനെ വിൽപ്പനച്ചരക്കാക്കിയിട്ട് രാഷ്ട്രീയ രംഗത്ത് നേട്ടമുണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ആത്മാവിനെ അങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള മുതലെടുപ്പിന് ഞങ്ങൾ ക്ഷയിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഈ നിലപാട് ആത്മാർത്ഥമല്ലാത്ത നിലപാട്. അത് ഇത് മാത്രമല്ല, ഗുരുദേവൻ മാത്രമല്ല, ഗണേശോത്സവമായാലും ശരി, ഓരോന്നും നോക്കിക്കോളൂ. ഇതിനെല്ലാം എതിർത്തവരല്ലേ? ആ എതിർത്തവരിപ്പോ വരുമ്പം തുറന്ന ആത്മാർത്ഥത്തോട് ഞങ്ങൾ വിശ്വാസികളാണ്, ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരികയല്ലേ വേണ്ടത്. ഗോപാലസേന തുടങ്ങി ശബരിമല പോകണ്ട, കറുത്ത കൊണ്ട് ഉടുക്കണ്ട, ഗോപാലസേന ചേരാൻ പറഞ്ഞിട്ട് പിൻവലിക്കേണ്ടി വന്നില്ലേ? ബാലനറിയാമല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് തത്വാധിഷ്ഠ നിലപാടാണുള്ളത്. അതിന് ഞങ്ങൾക്ക് പിണറായി വിജയന്റെ ആരുടെയും പിന്തുണ ആവശ്യമില്ല, സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞങ്ങൾ ആശയപരമായ പോരാട്ടത്തിൽ 10-13% വോട്ട് വരെ ഒരു കാലത്ത് നേടിയതാണ്. അത് കൂടുതലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, നേട്ടമുണ്ടാവും. ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടാൽ മതി. ഈ കായികമായ പോരാട്ടത്തിൽ നിന്ന് CPM പിന്മാറിയാൽ മാത്രം മതി. തുടരുക. ശ്രീ പന്തളം സുധാകരൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, 2 തെരഞ്ഞെടുപ്പുകൾ തൊട്ട് മുന്നിൽ എത്തി നിൽക്കുന്ന സമയമാണ്. AK ആന്റണി പറയുന്നത്
ചുരുക്കം കാലഘട്ടത്തിൽ മാത്രം നിലനിൽക്കുന്ന പ്രതിഭാസമാണ് ബി ജെ പി എന്ന് ഇപ്പോൾ ശ്രീ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞ 14%. എനിക്ക് തോന്നുന്നത് ശ്രീധരൻപിള്ള തന്നെ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടായത്. കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ 2014 ആയിരിക്കും. ആ നിലയിലൊരു മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കുന്നു ഈ കലക്കവെള്ളത്തിൽ എന്നത് സംബന്ധിച്ച് നിങ്ങൾക്കൊരു വ്യക്തതയുണ്ടാകില്ലേ? മാത്രമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അരുവിക്കരയിൽ ഈഴവ വോട്ടുകൾ, സാധാരണഗതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉറച്ചു നിന്നിരുന്ന ഈഴവ വോട്ടുകൾ, ആ ഈഴവ വോട്ടുകൾ കുറേയെങ്കിലും ബി ജെ പിയിലേക്ക് ചോരുന്നു എന്നുള്ളതാണ്. അത് വഷളാക്കി ഇപ്പോൾ കൂവോട്ടെ ഈ നിശ്ചല ദൃശ്യം അതിനുള്ള സംഘർഷത്തിലൂടെയാണ്, അതിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് CPM SNDP യോഗം ഒരു കാരണവശാലും RSS പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് എത്തിക്കരുത് എന്ന നിലപാട് എടുത്തിരിക്കുന്നത്. അതൊരു ആശയപ്രചാരണം അവർ തുടരുമെന്നാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു ഗതിമാറ്റം ഉണ്ടായേക്കാവുന്ന രീതിയിലുള്ള വലിയ സംഭവമായിരിക്കും ഈ നിലയിൽ ഈഴവ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ RSSലേക്ക് പോയാൽ ഉണ്ടാവുക. അപ്പോഴാണ് AK ആന്റണി പറയുന്നത് അത് പണ്ട് EMS കുത്തിവെച്ചിട്ടുള്ളതാണ് എന്ന്. അങ്ങനെ ഒരു വിലയിരുത്തലാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇടതുപക്ഷം അപ്രത്യക്ഷമാവുകയും പകരം RSS വളരുന്നതിന് വളമിടുകയും ചെയ്യുക എന്ന ദൗത്യമാണോ കോൺഗ്രസിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കേണ്ടത്? ശ്രീ നികേഷ് പറഞ്ഞത് സ്വപ്നത്തിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കരുതിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനാണ്. പക്ഷേ മഹത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ബഹുമാനിക്കുന്നവരാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ബഹുമാനിച്ചിരുന്ന ഒരാളാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകരുന്നത് ആശയപരമായി ആശയ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ക്ഷീണമുണ്ടാക്കുമെന്നുള്ള ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ രണ്ടാമത്, വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തെ മതേതരത്തെ തകർക്കുക എന്നുള്ള അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന RSS BJPയെ തകർക്കുന്നതിനുള്ള എല്ലാ നീക്കവുമായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ഇവിടെ ശ്രീ AK ആന്റണി ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചാൽ എന്താ തെറ്റ്? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലോ. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ശ്രീ AK ബാലനോട് വിനീതമായി ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്കൊക്കെ ബഹുമാനമുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അത് പഞ്ചായത്തായാലും അസംബ്ലി ആയാലും പാർലമെന്റ് ആയാലും, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തോറ്റാലും ജയിച്ചാലും ശക്തിയോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ എക്കാലവും പറയാറുണ്ട്, ഞങ്ങൾക്ക് സമുദായ നേതാക്കന്മാരുടെ ആനുകൂല്യം വേണ്ട, ഞങ്ങൾ ഒരു സമുദായ നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ കാവൽ കിടക്കില്ല, ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ പോകില്ല, ഞങ്ങൾ ശ്രീ വെള്ളാപ്പള്ളിയെ കാണാൻ പോകില്ല എന്നൊക്കെ പറയാൻ ഒരു ചങ്കുറ്റം കാണിച്ചിരുന്ന നേതാക്കന്മാരാണല്ലോ നിങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ആദിയുടെ കാരണം? നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ 87-ൽ AK ആന്റണി ചൂണ്ടിക്കാണിച്ചതിൽ മുഖ്യ പെൻഷനോ അല്ലെങ്കിൽ 4 കെട്ടുന്ന കാര്യമോ ഒക്കെ പറഞ്ഞ് ഹിന്ദു വികാരം ഇളക്കി വിടുകയും അങ്ങനെ ഹിന്ദു വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുകയും ആ സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രതിസന്ധി EMS അതിജീവിക്കുകയും 87-ൽ EK നായനാർ മന്ത്രിസഭ രൂപം കൊള്ളുകയും ഒക്കെ ചെയ്തു എന്നാക്ഷേപിക്കുന്ന AK ആന്റണി സ്വന്തം ശിഷ്യനായ ഉമ്മൻചാണ്ടി എന്താണ് കഴിഞ്ഞ അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചെയ്തത് എന്ന് സംബന്ധിച്ചൊരു പരിശോധന നടത്തേണ്ടതില്ലേ? അവിടെ UDFും LDFും തമ്മിലുള്ള ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ 2ാം സ്ഥാനത്തേക്ക് BJP വരാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ച് കുറെ കൂടി ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് ന്യൂനപക്ഷ വോട്ടുകൾ അപ്പുറത്തുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഉമ്മൻചാണ്ടിയും ചെയ്യുന്നത് അത് തന്നെ ആയിരുന്നില്ലേ? ആ വളർച്ചയല്ലേ ഇപ്പോൾ അരുവിക്കരയുടെ കാര്യത്തിൽ BJPക്ക് കിട്ടിയിരിക്കുന്നത്? അതിൻ്റെ യഥാർത്ഥ സൂത്രധാരൻ ഉമ്മൻചാണ്ടിയാണ് എന്ന് പറയേണ്ടി വരില്ലേ? ഉമ്മൻചാണ്ടിയല്ല, ഒരു തെരഞ്ഞെടുപ്പിന് നേതൃത്വം നടക്കുന്ന ഒരു നേതാവിനെയും ഇക്കാര്യത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. യുദ്ധക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ യുദ്ധം ജയിക്കുക എന്നുള്ളതാണ്. അതിന് എല്ലാ കരുക്കളും ഉപയോഗിക്കും. ഇവിടെ അരുവിക്കരയിൽ തീർച്ചയായും BJPയുടെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ആ മുന്നേറ്റത്തെ തടയിഞ്ഞ് 1ാം സ്ഥാനത്തേക്ക് എത്തേണ്ട ബാധ്യത, ഉത്തരവാദിത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് UDFനും ഉള്ളത് കൊണ്ട് കാരണം ഹിന്ദു വോട്ട് പരമാവധി കഴിയുന്നത്രത്തോളം BJPയിൽ കേന്ദ്രീകരിപ്പിക്കുക. അങ്ങനെ ആവുമ്പോൾ LDF ദുർബലമാകും. ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ UDFലും കേന്ദ്രീകരിക്കുമ്പോൾ വിജയം ഇപ്പോൾ ഉദാഹരണത്തിന് അരുവിക്കരയിൽ ജയിച്ച സ്ഥാനാർത്ഥിയേക്കാൾ വോട്ട് അപ്പുറത്തുണ്ട്.
ഇതേ തന്ത്രം തന്നെ ആയിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ആവിഷ്കരിക്കുക. അതുകൊണ്ട് ഈ വിവാദത്തിൽ ഇപ്പോൾ SNDP യോഗവും LDFും തമ്മിൽ അടിച്ചോട്ടെ എന്ന് തന്നെയായിരിക്കും വിചാരിക്കുക. അങ്ങനെ കുറേ ഈഴ വോട്ടുകൾ BJPക്ക് പോകുമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയേ ഉള്ളൂ UDF. നിങ്ങൾ അവിടെ നിന്ന് ഔദാര്യം പ്രതീക്ഷിക്കല്ലേ ദയവായി. അല്ല, ഒരു കാര്യം പറയാം, ബഹുമാനപ്പെട്ട പന്തളം സമുദായ സംഘടന മുമ്പൊരിക്കലും ഈ കാര്യം തന്നെ സൂചിപ്പിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യം വ്യക്തമാക്കി. അത് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ജയിക്കാൻ വേണ്ടി കാട്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്. എന്താ തന്ത്രം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം സ്ഥാനത്തേക്കാണ്, 2-ാം സ്ഥാനത്തുള്ളത് BJP ആണ് എന്ന സന്ദേശം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ തന്ത്രം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് വഴിവിട്ട് സ്വീകരിക്കുന്നതിനുള്ള വൃത്തികെട്ട ഒരു രാഷ്ട്രീയമല്ലേ? ആ തന്ത്രം തന്നെയാണോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും കാട്ടാൻ പോകുന്നത്? ഉറപ്പാണ് ഇത് തന്നെയാണ് കാട്ടാൻ പോകുന്നത്. അത് തന്നെയാണ് ഇപ്പം ഞങ്ങൾ പറയുന്നത്. പിന്നെ SNDPയിൽ അണിചേർന്നിട്ടുള്ള ഈഴവ സമൂഹത്തെ ഒരു രൂപത്തിലും അവഹേളിക്കുന്ന അപമാനിക്കുന്ന സമീപനം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകില്ല. SNDPയുടെ നേതൃത്വത്തിലുള്ള ചിലർ കാട്ടുന്ന സ്ഥാപിത താൽപ്പര്യവും കച്ചവട മനോഭാവവും ഒരു ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ്റെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന കൊള്ളയും ഞങ്ങൾ തുറന്നു കാട്ടും. അത് ഞങ്ങൾ എപ്പോഴും ചെയ്തിട്ടുണ്ട്. ഗുരുസ്വാമികൾ തന്നെ ചെയ്തിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഗുരുസ്വാമി 1928 ആഗസ്റ്റ് 28 പ്രസിദ്ധീകരിച്ച ഒരു പ്രസിദ്ധീകരണത്തിൽ ജാത്യാഭിമാനം വർദ്ധിച്ചു വരുന്നതിനാൽ ഈ സംഘടനയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർ പൽപ്പുവിന് എഴുതിയിട്ടുള്ള കത്ത് 1928 പ്രസിദ്ധീകരിച്ചതാ. അപ്പം SNDPയുടെ നേതൃത്വത്തിലുള്ള ചിലർ കാട്ടുന്ന വഴിവിട്ട സമീപനത്തിനെതിരായി ബഹുമാനപ്പെട്ട ആചാര്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ പാതയിലാണ് ഞങ്ങൾ പോകുന്നത്. ശരി, വ്യക്തമാണ്. വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് ടെലിഫോണിൽ കിട്ടുമെന്ന് നോക്കേണ്ടതുണ്ട്. പക്ഷേ ശ്രീ PS ശ്രീധരൻപിള്ള, ഇപ്പോൾ ശ്രീ AK ബാലൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. അതായത് ശ്രീ പന്തളം സുധാകരൻ പറഞ്ഞുവല്ലോ, ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി ഏകീകരിക്കുന്നതിനും ഹിന്ദു വോട്ടുകൾ പരമാവധി ചോർന്നു പോകുന്നതിനും വേണ്ടിയാണ് BJP 2-ാം സ്ഥാനത്തെത്തുമോ എന്നുള്ള ഒരു സംശയം ഉമ്മൻചാണ്ടി. അത് യുദ്ധമുഖത്തെ തന്ത്രമാണ്. ജയിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാം എന്നാണ്. അങ്ങനെ ജയിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാം എങ്കിൽ പിന്നെ 87-ൽ EMS നടത്തിയ പ്രചാരണത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ AK ആന്റണിക്കും അവകാശമില്ല. അതിന് ഒരുപക്ഷെ പന്തളം സുധാകരൻ മറുപടി പറയുമായിരിക്കും. പക്ഷേ AK ബാലൻ കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. 5 സീറ്റുകൾ BJPക്ക് നൽകിക്കൊണ്ട് UDF വീണ്ടും അധികാരത്തിൽ വരാൻ BJPയുമായി സഖ്യം ചെയ്യുന്നു എന്നത്. അല്ല, കോൺഗ്രസുമായിട്ട് ഞങ്ങളിവിടെ സഖ്യം ചെയ്താലേ ഞങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് നല്ലത്. അല്ല, നിങ്ങൾക്ക് നല്ലത് അതല്ലേ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസിൻ്റെയും പങ്കാളിത്തമുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നാലല്ലേ അവിടെ ചിതലുണ്ടാവൂ? അതിനനുസരിച്ചല്ലേ നിങ്ങൾക്ക് കയറി പറ്റാൻ കഴിയൂ? അതിനനുസരിച്ച് നികേഷ് ഒരു ചരിത്രം പറഞ്ഞല്ലോ, 87 പറഞ്ഞല്ലോ. ഞാൻ അതിനും കൂടെ ഒരു 30 കൊല്ലം മുമ്പ് 57-ലെ ചരിത്രം പറയാം. 57-ലെ ചരിത്രം താങ്കൾ ഒന്നും പോകണ്ട. ജനാർദ്ദന കുറുപ്പ് സാറിന്റെ ജീവചരിത്ര ഗ്രന്ഥത്തിലെ 249-ാമത്തെ പേജ് ഒന്ന് വായിച്ചാൽ മതി. എം ഗോവിന്ദനായരെന്ന് പറയുന്ന ആളന്ന് നഷ്ടമായെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അധികം വന്ന് എതിർത്ത് എന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ജനനത്തിൽ ക്ഷണിക്കാത്ത അതിഥിയായിട്ട് ജനാർദ്ദന കുറുപ്പ് സാറിനെ കൂട്ടിയിട്ട് ആ വീട്ടിൽ പോയി ഊണ് കഴിച്ചു. ഊണ് കഴിച്ച ശേഷം പറഞ്ഞെന്താ, ഞങ്ങളുടെ 5 നായന്മാർ പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട്, നായന്മാരായിട്ടുള്ള ആൾക്കാർ. അപ്പം അന്നത്തെ പോലെ നായന്മാർ പിള്ളേരെ ജയിപ്പിക്കാൻ അങ്ങനെയല്ലേ ചങ്ങനാശ്ശേരിയിലെ കല്യാണസുന്ദരൻ നായരും കല്ലൂപ്പാറയിലും 5 സ്ഥലത്ത് ജയിച്ചത്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ജാതിയെ പ്രീണിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 5 സംഘടനകളിലേക്ക് നേതാക്കന്മാരെ അയച്ചത് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. EMSനെ യോഗക്ഷേമ ഉൾപ്പെടെ അയച്ചത്. ജാതി മതങ്ങളെ പ്രീണിപ്പിക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1-ാം സ്ഥാനത്തായിരുന്നു. അതുകൊണ്ടാണ് രാമനോർലോക എഴുതി വെച്ചിട്ടുള്ളത് 57-ലെ വിജയം രാഷ്ട്രീയ ഹിന്ദുയിസത്തിന്റെ വിജയമാണ്, കോൺഗ്രസിന്റെ വിജയം രാഷ്ട്രീയ ക്രിസ്ത്യാനിസമാണ്. ഇത് BJP അറസ്റ്റുകാരും അല്ല, ഗുരുജി ഗോൾവൽക്കറല്ല പറഞ്ഞത്. അതുകൊണ്ട് ഈ തത്വാദേശ നിലപാട് ഇവരാരും പറയേണ്ട. ഈ കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ജാതി രാഷ്ട്രീയം 51 മുതൽ കോൺഗ്രസിനെ നെഞ്ചത്ത് ഷോക്കേൽപ്പിച്ചത് മന്നത്ത് പത്മനാഭനും R ശങ്കറും ഇവിടെ 2 സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ജാതിയതയ്ക്കെതിരായിട്ട് ഷോക്കേൽപ്പിച്ച സംസ്ഥാനമാണ്. ശ്രീ പന്തളം സുധാകരൻ, ഈ പച്ചയിൽ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ?
അതാണോ ഈ ഭരണ തുടർച്ച എന്നത് ഉമ്മൻചാണ്ടിയിൽ നിന്നും എ കെ ആന്റണിയിൽ നിന്നും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്? ഭരണ തുടർച്ച എന്നത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണല്ലോ. ഇനി ഏതാനും മാസങ്ങൾ കാത്തിരുന്നാൽ മതി. അതിനു മുമ്പ് ഇവിടെ ഞാൻ 51 അല്ലെങ്കിൽ അതിന് മുമ്പൊന്നും പഴയ കാര്യങ്ങളല്ല, വെറും 1990 ഒരു കാര്യം. 90 ശ്രീ നികേഷൊക്കെ വിദ്യാർത്ഥിയായിരുന്നല്ലോ, ഓർമ്മയുണ്ടല്ലോ. അന്ന് നടന്ന ജില്ലാ കൗൺസിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു പ്രസിദ്ധമായ സ്റ്റേറ്റ്മെൻറ്റ് അന്ന് പത്രങ്ങളിൽ കൂടി വന്നു. അതായത് കേരളത്തിലെ ഇടതുപക്ഷക്കാർ സദാം ഹുസൈനോടൊപ്പം നിൽക്കുന്നു, നിങ്ങളോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, സത്യത്തിൽ അതിൻ്റെ പേരിൽ ഒരുപാട് പരാജയം ഏറ്റുവാങ്ങേണ്ട ഗതികേട് യഥാർത്ഥത്തിൽ അന്ന് UDF-നും കോൺഗ്രസിനും ഉണ്ടായി. അപ്പോൾ വർഗീയ വിഷം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കുത്തിവെച്ചത് ആരാണ്? അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. മാർക്സ് പാർട്ടിയുടെ ആചാര്യൻ EMS-നെ പോലെയുള്ളവരാണെന്ന കാര്യം ശ്രീ ബഹുമാനപ്പെട്ട ബാലൻ വിസ്മരിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അതൊന്നുമല്ല. ഇവിടെ ഞങ്ങൾ UDF സർക്കാർ തീർച്ചയായും സർക്കാരിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കാനുള്ള കാരണം ഈ 4.5 വർഷക്കാലത്തെ ജനോപകാരപ്രദമായ കേരളത്തിൽ വളരെ വർഷങ്ങളോളമായി ജനങ്ങൾ കാത്തിരുന്ന വികസന രംഗത്ത് സമുദായങ്ങളെ തമ്മിൽ സ്വാർത്ഥ വർദ്ധിപ്പിച്ചുകൊണ്ട് വിവാദമുള്ള ഒരു ഭരണ നടപടികളും ഇനി ഉണ്ടാകരുത് എന്നാണ്. കൺസ്യൂമർ ഫെഡ് ഉണ്ടായിപ്പോയി, അത് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നും ക്യാബിനറ്റിനെ ഓർമ്മിപ്പിച്ചു. അതായത് സാധാരണഗതിയിലുള്ള UDF സർക്കാരിൻ്റെ അവസാന വർഷത്തെ കലുഷിതമായ അന്തരീക്ഷമുണ്ടല്ലോ, അത് ഒഴിവാക്കുകയാണ്. പകരം സംഘർഷം നിങ്ങളിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് സംബന്ധിച്ചൊരു വിലയിരുത്തൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകേണ്ടതായിരുന്നു. ഇതിൽ KPCC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട VS സുധീരൻ പറഞ്ഞാൽ ആര് കേൾക്കാനാണെന്ന്? ഈ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ട ഒരു KPCC പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തെ നടു റോട്ടിലിട്ട് കള്ളുകൂടിയനാണെന്ന് ഒരാൾ പറഞ്ഞില്ലേ? ഇപ്പോൾ കോൺഗ്രസ്സുകാർ തമ്മാമിൽ കുത്തിച്ചാകുകയല്ലേ? ഒരു കല്ലെറിയാൻ കഴിഞ്ഞോ? ഒന്ന് പ്രതിഷേധിക്കാൻ കഴിഞ്ഞോ? ഒരു കരിങ്കൊടി കാട്ടാൻ കഴിഞ്ഞോ? നമ്മൾ കേട്ടതും കണ്ടതുമല്ലേ? ആ മദ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VN സുധീരനെ ഇങ്ങനെ നാറ്റിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആരാണ് അതിജീവിച്ചത്? മദ്യനയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ കേൾക്കാനില്ല. ഒരു പ്രശ്നമുണ്ടാവുന്നു, അത് പരിഹരിക്കുന്നു, മുന്നോട്ട് പോകുന്നു. അതെ, അത് മദ്യരാജാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ ഭാഗമായി ഈ കേരളത്തിലെ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത ഒരു മന്ത്രിയെയും UDF-ലെ പ്രധാനപ്പെട്ട ചില നേതാക്കളെയും എങ്ങനെയാണ് രക്ഷിച്ചത് എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മൾ കണ്ടതാണല്ലോ. അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടുക്കുന്നോ അറ്റോർണി ജനറലിൻ്റെ അടുക്കുന്നോ നിയമോപദേശം വാങ്ങാതെ കാശ് കൊടുത്തിട്ടൊരു സ്വകാര്യമായിട്ടുള്ള നിയമോപദേശത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രതി ലിസ്റ്റിൽ നിന്ന് FIR ഇട്ട് അന്വേഷണം നടത്തിയ ലിസ്റ്റിൽ നിന്ന് ഒരാളെ ഒഴിവാക്കി. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കാൻ പോകുന്നില്ല. ഞാൻ പറയാം, ഈ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികളെയും ഈ കേരളത്തിലെ പാവപ്പെട്ട അധ്വാനിക്കുന്നവനെയും പണിയെടുക്കുന്നവനെയും ജീവനക്കാരെയും അധ്യാപകരെയും കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും യുവജനങ്ങളെയും മകളെയും വിദ്യാർത്ഥികളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് UDF-നെതിരായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ ഒരാളെ കൂടി എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. DCC പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ. ശ്രീ കെ സുരേന്ദ്രൻ, 457 വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു ശ്രീമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിലെ ആക്രമണത്തിനെതിരെ. താങ്കൾ തൃപ്തനാണോ ശ്രീ സുരേന്ദ്രൻ? ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് 1 മിനിറ്റ് എനിക്ക് തരണം. ഇല്ല, 1 മിനിറ്റ് ഇല്ല ശ്രീ കെ സുരേന്ദ്രൻ, അവസാന ഘട്ടമായി പോയതുണ്ട്. കേരളത്തിൽ CPM-നെ വെട്ടിലാക്കിയാണ് കണ്ണൂർ ലോബി മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ ശ്രീ AK ബാലനോട് ചോദിച്ചിരുന്നു, അങ്ങനെയല്ല എന്നുള്ളൊരു സമീപനമാണ് അദ്ദേഹം പൊതുവെ പുലർത്തിയത്. ഈ 457 താങ്കൾ തൃപ്തനാണോ? CPM പറയുന്നത് 153A-യും 123B-യും ഒക്കെ വേണമെന്ന്. അല്ല, അവിടെ CPM പറയുന്ന രീതിയിൽ വകുപ്പ് ചേർക്കാൻ കേരളത്തിലെ പോലീസിന് അതിന്റെ താല്പര്യമില്ല. പക്ഷെ 143, 147, 148 പോരാ എന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അല്ല, അത് പോരാ. ഞാൻ വകുപ്പുകൾ ഏത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. തെറ്റായ വ്യാഖ്യാനം നൽകരുത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ കുറ്റവാളികൾ ആരാണോ ആ കുറ്റവാളികളെ കണ്ടെത്തണമെന്നാണ്.
ആ കുറ്റവാളികളെ കുറ്റവാളികൾ RSSകാരാണോ? RSSകാരാണോ എന്ന് തീരുമാനിക്കേണ്ടത് പോലീസാണ്. പോലീസ് ഇന്ന് 457 ചേർത്തിട്ടുണ്ട്. ഈ 143, 157, 148 ഒപ്പം. അതിന്റെ അർത്ഥം ശ്രീമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്തത് RSSകാരാണോ? അല്ലത് RSSകാരാണോ മാർക്സിസ്റ്റുകാരാണോ എന്ന് തീരുമാനിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അന്വേഷണ ഏജൻസിയാണ്. പോലീസ് ഒത്താശ ചെയ്യുന്നു RSS എന്നാണ് CPM ആരോപിക്കുന്നത്. അല്ല, അത് തീരുമാനിക്കേണ്ടത് DCC പ്രസിഡന്റ് അല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. DCC പ്രസിഡന്റിന് അഭിപ്രായം ഉണ്ടാവുമല്ലോ ശ്രീ കെ സുരേന്ദ്രൻ. ശ്രീനാരായണ ഗുരുദേവൻ DCC പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? DCC പ്രസിഡന്റിന് അറിയാമല്ലോ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്. അതെന്താണ്? DCC പ്രസിഡന്റ് നേരത്തെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആര് ചെയ്താലും ശരി ആ ചെയ്ത നടപടി അംഗീകരിക്കാൻ നിർവാഹമില്ല. ഒരുപക്ഷെ തളിപ്പറമ്പിൽ നടന്നിരിക്കുന്ന വിഷയത്തോട് മറ്റേതെങ്കിലും രീതിയിൽ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ നടപടി ഏതെങ്കിലും ശക്തിയുടെ ഭാഗത്ത് ഉണ്ടായതാണോ എന്ന് എന്ന് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ്. വളരെ നന്ദി ശ്രീ AK ബാലൻ, ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ പന്തളം സുധാകരൻ, ശ്രീ K സുരേന്ദ്രൻ, DCC പ്രസിഡന്റ് കണ്ണൂർ.